ഫ്രണ്ട്സ്, ഇന്ത്യൻ നേവിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓഫീസർ തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കേരളത്തിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ വെച്ചിട്ടാണ്, ഏഴിമലയിൽ വെച്ചിട്ടാണ്, ഈ INA ഏഴിമലയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കുക. അപ്പോൾ കണ്ണൂരാണ്, കണ്ണൂർ ജില്ലയിലാണ് ഈ പറയുന്ന ഏഴിമല. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് JNUവിൽ നിന്ന് നമുക്ക് എന്താണ് BE അല്ലെങ്കിൽ BTech നമുക്ക് നിശ്ചിതമായിട്ടുള്ള ഡിസിപ്ലിനിൽ BE അല്ലെങ്കിൽ BTech നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന പൊസിഷനിലേക്ക്, അതായത് ഓഫീസർ തസ്തികയിലേക്ക് മാറ്റപ്പെടും. നമ്മൾ ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ സബ് ലെഫ്റ്റനന്റ് മുതൽ ലെഫ്റ്റനന്റ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ക്യാപ്റ്റൻ മുതൽ അങ്ങനെ അങ്ങനെ കയറി പ്രൊമോഷനിലൂടെ കയറി വരാൻ പറ്റും. അതോടൊപ്പം തന്നെ പേ സ്കെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല പേ സ്കെയിലും, ഈ പേ സ്കെയിൽ മാത്രം നിങ്ങൾ നോക്കേണ്ട, ഒട്ടനവധി അലവൻസും ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉള്ളതാണ്. ഇതിൻ്റെ പെർമനൻറ്റ് കമ്മീഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പെർമനൻറ്റ് ജോലിയാണ്. പിന്നെ അത് മാത്രമല്ല, ഒട്ടനവധി റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും അത് മാത്രമല്ല മറ്റൊരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പോസ്റ്റിലേക്ക് തന്നെയാണ് നമ്മൾ സെലക്ട് ആകുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഒരു എൻട്രി സ്കീമാണ്. ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ വിവിധ സ്കീമുകളുണ്ട്. അതിൽ പെട്ടൊരു സ്കീമാണ് +2 എൻട്രി ആണ് ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ നമ്മൾ വിശദമാക്കുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് BTechും ലഭിക്കും. പ്ലസ് നിങ്ങൾക്ക് ഓഫീസർ, ഇന്ത്യൻ നേവിയിൽ ഒരു ഓഫീസർ ആകാനുള്ള ആ ഒരു വേക്കൻസിയിലേക്കാണ് ഇപ്പം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും മാക്സിമം നിങ്ങൾ അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ +1 +2 ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരിലേക്കോ, അല്ലെങ്കിൽ ഇനി ഹൈസ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊക്കെ കുറച്ചുകൂടെ നമ്മൾ ദീർഘവീക്ഷണം വേണം. അതിനെക്കുറിച്ചിട്ടൊക്കെ കുറച്ചും കൂടെ മുൻകൂട്ടി നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പറേഷൻ വേണം എന്നുള്ളതാണ്. ഇതിലേക്ക് വേറെ ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം ഡയറക്റ്റ് ആയിട്ട് നടത്തുന്നൊന്നുമില്ല. അതിൻ്റേതായ കുറച്ച് ക്രൈറ്റീരിയ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഈവൻ നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ആഴ്ച മുൻപ് നമ്മൾ UPSCയുടെ NDAൻ്റെ നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്കും +2 ആണ്, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വർഷത്തിൽ UPSCയുടെ NDA എക്സാം 2 പ്രാവശ്യം വരും. അതിലേക്ക് +1 +2 ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ്, സയൻസ്, ഏത് സ്ട്രീം എടുത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യുന്ന സ്കീം കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് കാണാം. ഇതിലേക്ക് ഇനിയും നോട്ടിഫിക്കേഷൻ ഇനിയും വരും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ, അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്തായിട്ട് ജോയിൻ ബട്ടൺ ഉണ്ടാകും. ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇത്തരം പ്രധാനപ്പെട്ട മറ്റു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഡോക്യുമെൻ്ററി ഒക്കെ ആയിട്ട് ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് IOCL അതുപോലെ ITI ജോബ്സ്, അങ്ങനെ വർക്ക് ഫ്രം ഹോം ജോബ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ നേവിയുടെ. നിങ്ങൾക്ക് അവിടെ കാണാം, ഇന്ത്യൻ നേവി +2 BTech കാഡറ്റ് എൻട്രി സ്കീമാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ +2 ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത കേട്ടോ. BTech നിങ്ങൾ കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട, നമുക്ക് ഇതിലേക്ക് +2 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ നേവിയുടെ ആ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് +2 ആണ് യോഗ്യത ഉണ്ടായിരിക്കുക. പക്ഷേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് BE അല്ലെങ്കിൽ BTech നമുക്ക് ഗ്രാജുവേഷൻ ലഭിക്കുന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് നമ്മളിപ്പോൾ പുറത്ത് നമ്മളൊരു കോളേജിൽ BE or BTech 4 വർഷം നമ്മൾ എടുക്കുന്നത്, നമുക്ക് വേറെ ബെനിഫിറ്റ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ BE or BTech മാത്രം എടുക്കുന്നു. പക്ഷേ ഇതിൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ഈ എൻട്രിയിൽ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രെയിനിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു, അതോടൊപ്പം നിങ്ങൾ ഓഫീസർ ആകുന്നു, അതോടൊപ്പം നിങ്ങൾ ഗ്രാജുവേറ്റ് ആകുന്നു. ഓക്കെ, അതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ നല്ലൊരു സ്കീമാണ്, ഏറ്റവും നല്ലൊരു സ്കീമാണ്. അപ്പോൾ ഇതിലേക്ക് പെർമനൻറ്റ് കമ്മീഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത് ഷോർട്ട് സർവീസ് കമ്മീഷൻ അല്ല, ഇത് പെർമനൻറ്റ് കമ്മീഷനാണ്. അപ്പോൾ ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ജൂലൈ 2026 കേട്ടോ. ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 2026 എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ്, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 3 ജനുവരി മുതൽ നിങ്ങൾക്ക് 19 ജനുവരി വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ജനുവരി 19 ആണ് ലാസ്റ്റ് ഡേറ്റ്. വളരെ കുറഞ്ഞ ദിവസങ്ങളുണ്ടായിരിക്കാം. മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അൺമാരീഡ് മെൻ ആൻഡ് വിമൻ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ പറയുന്ന മാരീഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ പെർമനന്റ് കമ്മീഷൻഡ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചസിലേക്കാണ്. അണ്ടർ ഈ പറയുന്ന +2 BTech കാഡറ്റ് എൻട്രി സ്കീമിലാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 4 year BTech കോഴ്സും നമുക്ക് ഈ പറയുന്ന ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ നമ്മൾ
ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് 4 ഇയർ ഡ്യൂറേഷനുള്ള ബിടെക് കോഴ്സും പാടെ നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. അല്ലെങ്കിൽ ബിടെക് നമുക്ക് ലഭിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു കാര്യം നമുക്ക് പറയുന്നത്. ഇനി ഇതിൻ്റെ ബ്രാഞ്ച് നമുക്ക് കാണാം. എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ച് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. വാക്കൻസി എന്ന് പറയുന്നത് 44 വേക്കൻസി ഉള്ളൂ. അപ്പോൾ ഒരുപാട് വേക്കൻസിയോ കാര്യങ്ങളൊന്നും ഉണ്ടല്ല. ഈ വേക്കൻസി ഓൾ ഇന്ത്യ ലെവലിലുള്ള വേക്കൻസിയാണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 44 വേക്കൻസിയിൽ നമ്മൾ ഒരാളാകുക എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ തന്നെ നടക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഇനി ഇവിടെ ജെൻഡർ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ മാക്സിമം വിമൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 7 വേക്കൻസിയേ കിട്ടുള്ളൂ കേട്ടോ. മാക്സിമം ആ വേക്കൻസി അവർക്ക് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക. ഇവിടെ 2 ജനുവരി 2007 ആൻഡ് 1 ജൂലൈ 2009 ഈ പറയുന്ന ഡേറ്റുകൾ ഉൾപ്പെടെ ഡേറ്റിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ ജനിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏജ് ഏകദേശം ഒരു 18 മുതൽ നമുക്ക് 21 ഏകദേശം നമ്മൾ കണക്കാക്കുമ്പോൾ കാണാം. ഓക്കെ, 18 മുതൽ 21 വയസ്സ് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം നിങ്ങൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2 ജനുവരി 2007 വരുന്നതാണോ, 1 ജൂലൈ 2009 എന്ന് പറയുന്ന ഡേറ്റ്, ഈ ഡേറ്റുകളുടെ ഉള്ളിൽ എവിടെയെങ്കിലും വരുന്നതാണ്. ഈ ഡേറ്റ് ഉൾപ്പെടെ എന്താണ് ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വന്നതാണോ നോക്കുക. ഓക്കെ, 2008 ആണോ 2009 വരുന്നതാണോ, അതിൻ്റെ ഇടയിൽ വന്നതാണോ, നിങ്ങൾ ഈ ഡേറ്റുകളുടെ ഇടയിൽ എവിടെയെങ്കിലും വന്നതാണോ നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പാസ്ഡ് സീനിയർ സെക്കൻഡറി എക്സാമിനേഷൻ, അതായത് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ +2 പാസ്സായിരിക്കുക, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ നിങ്ങൾ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. +2 അതല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ്, +2 ആണ് ഇതിൻ്റെ യോഗ്യത, പിന്നെ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പാസ്സായിരിക്കും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. 70% മാർക്ക് ഉണ്ടായിരിക്കണം. അത് ഏതിലേക്കാണെന്ന് അറിയാം, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് PCM. അതായത് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ഒരു കൊമേഴ്സ് എടുത്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു, NDAൻ്റെ ഉണ്ട്. NDAൻ്റെ വീഡിയോ നിങ്ങൾ പോയിട്ട് കാണാം. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഐ ബട്ടണിൽ കൊടുക്കാൻ പറ്റി ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് നമുക്ക് +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടോ അതിലേക്കൊക്കെ മാക്സിമം അയച്ചു കൊടുക്കുക. ആ +2ൽ നമ്മൾ PCM എന്നുള്ള രീതിയിൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്, ഈ 3 സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. ഈ 3 സബ്ജക്റ്റിനും പാടെ ടോട്ടൽ പെർസെൻറ്റേജ് നമുക്ക് 70% വേണം. അതായത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പാടെ കൂട്ടിയിട്ട് അതിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് മിനിമം നമുക്ക് 70% മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഫിസിക്സിലും ഓരോന്നിലും അല്ല കേട്ടോ, ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിലും പാടെ കൂട്ടിയിട്ട്, ഈ ടോട്ടൽ 3 സബ്ജക്റ്റിലും പാടെ കൂട്ടിയിട്ട് 70% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പ്ലസ് അത് കൂടാതെ ഇംഗ്ലീഷിൽ ഒരു 50% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് സെപ്പറേറ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ 50 ഉണ്ടെങ്കിൽ അത് മതി. ഇനി +2ൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ 10th അല്ലെങ്കിൽ +2 എന്താണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇംഗ്ലീഷിൽ 10th 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി അതല്ല നിങ്ങൾക്ക് +2ൽ ഇംഗ്ലീഷിൽ 50% മാർക്ക് ഉണ്ട്, അതും നോക്കാം. ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. 10th അല്ലെങ്കിൽ +2 ഇംഗ്ലീഷിൽ 50% മാർക്ക് സെപ്പറേറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ആർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഏറ്റവും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെയുള്ള ഓഫീസർ തസ്തിയിലേക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് ഹൂ ക്യാൻ അപ്ലൈ എന്നുള്ളത് കാണാം. അപ്പോൾ കാൻഡിഡേറ്റ് ഹു അപ്പിയർഡ് JEE മെയിൻ 2025 ഫോർ BE BTech എക്സാം അല്ലെങ്കിൽ എൻട്രിക്ക് വേണ്ടി നമ്മൾ 2025 JEE മെയിൻ എഴുതിയ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ JEE എഴുതിയിട്ടുണ്ടോ നിങ്ങൾ നോക്കുക. JEE മെയിൻ എഴുതിയിട്ടുണ്ടോ, JEE മെയിൻ ആണ് പറയുന്നത്. JEE മെയിൻ 2025 എക്സാം നിങ്ങൾ എഴുതിയതാണെങ്കിൽ, അപ്പിയർ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത്തരം സ്കീമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, JEE എഴുതുക, അതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ നോട്ടിഫിക്കേഷൻ വരും, അപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ അനിയന്മാരൊക്കെ ഉണ്ടാവില്ലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ JEEയുടെ മാർക്ക് 2025 JEEയുടെ മെയിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ SSBയുടെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ SSBയിലേക്കുള്ള സെലക്ഷൻ നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ JEEയുടെ ഓൾ ഇന്ത്യ കോമൺ റാങ്ക് ലിസ്റ്റ് CRL എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഓൾ ഇന്ത്യ കോമൺ റാങ്ക് ലിസ്റ്റ് CRLൻ്റെ അതിലെ റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്തിന് കിട്ടുക, ഈ പറയുന്ന SSBക്ക് നിങ്ങളെ വിളിക്കുക. അപ്പോൾ ഈ പറയുന്ന കോമൺ റാങ്ക് ലിസ്റ്റ്, ഓൾ ഇന്ത്യ കോമൺ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പൊസിഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും SSB വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് JEE മെയിനിലൊക്കെ അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടെങ്കിലാണ് നമുക്കിതിൽ കിട്ടാനുള്ള ഏറ്റവും
സാധ്യത കൂടുതലായിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിൽ നമുക്ക് SSB ഇൻ്റർവ്യൂ തന്നെ ആയിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ SSB ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അത് ഈ പറയുന്ന ബാംഗ്ലൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, നിങ്ങൾക്കിവിടെ കാണാം വിശാഖപട്ടണം, ഇവിടെയൊക്കെ ആയിരിക്കും മാർച്ച് ഓൺവേർഡ്സ് 2026 മാർച്ച് മുതൽ എന്ത് ചെയ്യും അതിൻ്റെ SSB ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതൊരു 3-4 ദിവസം അല്ലെങ്കിൽ 5 ദിവസമൊക്കെ വരുന്ന ഒരു പ്രോസസ്സാണ്. അതോടൊപ്പം തന്നെ ഇതിൽ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഇമെയിലായിട്ടും SMS ആയിട്ടും നിങ്ങൾ അറിയിക്കും കേട്ടോ. നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ SMS ആയിട്ടും ഇമെയിലായിട്ടൊക്കെ നിങ്ങൾ അറിയിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇനി ഇതിൻ്റെ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മളിതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു BTech അല്ലെങ്കിൽ BE ഡിഗ്രി നമുക്ക് ഗ്രാജുവേഷൻ ലഭിക്കുന്നതാണ്. അതായത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗോ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗോ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നമുക്ക് എന്താണ് BE അല്ലെങ്കിൽ BTech ലഭിക്കുന്നതാണ്. JNU ആണ് ആ ഒരു ഡിഗ്രി നമുക്ക് നൽകുക. ഓക്കെ, അതോടൊപ്പം തന്നെ എൻ്റെ ട്രെയിനിങ് കോസ്റ്റ്, നമുക്ക് ബുക്ക്, അതുപോലെ മറ്റ് റീഡിംഗ് മെറ്റീരിയൽ, ട്രെയിനിങ് കോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റെല്ലാ സംഭവങ്ങളും, നമുക്ക് ക്ലോത്ത്, അതുപോലെ ഫുഡ്, ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ നേവിയാണ് നേരിട്ട് അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ വഹിക്കുന്നത്. നമ്മൾ യാതൊരുവിധ മറ്റു ഫീയോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. ഇനി ഹൗ ടു അപ്ലൈ എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ സ്ക്രീനിൽ കാണിക്കാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇത്തരം വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് നമ്മുടെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളതായി പേജിലേക്കായിരിക്കും വരിക. ഇന്ത്യൻ നേവി റിക്രൂട്ട്മെന്റ് 2026 താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണാം. ഇതിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആയി വരും. അപ്ലിക്കേഷൻ ഫോമിന് ഇത് ഓപ്പൺ ആയി വരും. ഇതിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യണം. ആദ്യമായിട്ട് ഇതിന് മുൻപ് എപ്പോഴെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് ചെയ്യാം. ആദ്യമായിട്ട് വന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID, വോട്ടർ IDയോ ഡ്രൈവിംഗ് ലൈസൻസോ ഏതായാലും നിങ്ങളത് കൊടുക്കുക. അതിനുശേഷം ID നമ്പർ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഡാറ്റ ഈ പറയുന്ന ക്യാപ്ച കോഡ് അടിച്ച് സേവ് കൊടുത്ത് അങ്ങനെ ചെയ്തു പോകണം. അങ്ങനെ ചെയ്ത് നമ്മളിതിൽ അക്കൗണ്ട് കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ഇതിൻ്റെ ഏറ്റവും കോർണറിൽ ഇവിടെ ഉണ്ട്, ഇവിടുന്ന് ലോഗിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ലോഗിൻ ചെയ്താൽ ഇതിൽ ഇതുപോലെ നമ്മൾ ഏത് സ്റ്റേറ്റ് ആണെന്ന് ഇതിൽ സെലക്ട് ചെയ്യുക. നമ്മൾ അതിനുശേഷം സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്യാപ്ച അടിച്ചിട്ട് നമ്മൾ അങ്ങനെ ലോഗിൻ ചെയ്യണം. അങ്ങനെ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ PSC ഒക്കെ പോലെ തന്നെ നമുക്കവിടെ കാണിക്കും, ഓപ്പണിംഗ് വേക്കൻസി കാര്യങ്ങളൊക്കെ കാണിക്കും. അതിൽ ഇതുണ്ടായിരിക്കും +2 ഓക്കെ BTech എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക, നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് താല്പര്യം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകളും ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്